ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച കേരളത്തിലെത്തും. സംസ്ഥാനത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വികസിത തിരുവനന്തപുരം ബ്ലൂ പ്രിന്റും അവതരിപ്പിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു. കരാറിൽ ഉടൻ ഒപ്പുവെച്ചേക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്ൻ. ദേശീയപാതകളിലെ ടോൾ പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളുടെ ഭേദഗതി വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെയുടെ 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പ് രീതികളെയും കുറിച്ചുള്ള ഇന്ത്യ ഇന്റർനാഷണൽ കോൺഫറൻസിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 79ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് അസമിൽ ആരംഭിക്കും. കേരളത്തിന്റെ ആദ്യ മത്സരം നാളെ പഞ്ചാബുമായി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹത്തിന് റോഡ് ഷോ അടക്കം വൻ സ്വീകരണമാണ് ഒരുക്കുന്നതെന്ന് BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചു. പുത്തരിക്കണ്ടം മൈതാനത്ത് വിവിധ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് മേയർ VV രാജേഷിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറും. 2030 വരെയുള്ള തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റാണ് അവതരിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കർണാടക സന്ദർശിക്കും. തുംകൂറിലെ ശ്രീ സിദ്ധഗംഗാ മഠത്തിൽ ശ്രീ ശിവകുമാര മഹാസ്വാമിജിയുടെ 7ാമത് അനുസ്മരണ ദിനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ബംഗളൂരുവിലെ CMR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചേക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്ൻ. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉർസുല. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും ഉർസുല വോണ്ടർ ലെയ്നും ഈ മാസം 25 മുതൽ 27 വരെ ഇന്ത്യ സന്ദർശിക്കും. ദേശീയപാതകളിലെ ടോൾ പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളുടെ ഭേദഗതി വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനം ശക്തിപ്പെടുത്തുക, ദേശീയപാതകളിലെ ടോൾ വെട്ടിപ്പ് തടയുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് നടപടി. ദേശീയപാത ശൃംഖലയുടെ വികസനത്തിനും പരിപാലനത്തിനുമായി കൂടുതൽ സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവുമായ ടോൾ സംവിധാനം നടപ്പിലാക്കാൻ ഈ ഭേദഗതികൾ സഹായകമാകുമെന്ന് ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് കാനത്തിൽ ജമീലയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സഭ പിരിയും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരുന്നു ഇന്നലെ സംസ്ഥാന നിയമസഭയുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായത്. നിലവിലെ സഭയിലെ അംഗമായിരുന്ന കാനത്തിൽ ജമീലയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം സഭ ഇന്നത്തേക്ക് പിരിയും. വ്യാഴാഴ്ച മുതലാണ് ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച ആരംഭിക്കുക. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലും നന്ദി പ്രമേയ ചർച്ച തുടരും. വെള്ളിയാഴ്ച സർക്കാർ കാര്യങ്ങളും അനൌദ്യോഗിക കാര്യങ്ങളുമാണ് സഭാ പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പ് രീതികളെയും കുറിച്ചുള്ള ഇന്ത്യ ഇന്റർനാഷണൽ കോൺഫറൻസ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആതിഥേയത്വം വഹിക്കുന്ന 3 ദിവസത്തെ ഉച്ചകോടി ഇത്തരത്തിൽ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ആഗോള സമ്മേളനമാണ്. 70-ലധികം രാജ്യങ്ങളിൽ നിന്നായി 100ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ഈ മാസം 26-ന് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ വിവിധ സേനാ വിഭാഗങ്ങൾ അണിനിരക്കുന്ന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 10,000-ഓളം പ്രത്യേക അതിഥികളെ ക്ഷണിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സ്റ്റാർട്ടപ്പുകൾ, സ്വാശ്രയ ഗ്രൂപ്പുകൾ, വിവിധ സർക്കാർ സംരംഭങ്ങൾക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ വിജയികൾ, അടൽ ഇന്നൊവേഷൻ മിഷന്റെ കീഴിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ, പ്രകൃതി കൃഷി നടപ്പാക്കുന്ന കർഷകർ, PM സ്മൈൽ സ്കീമിന് കീഴിലുള്ള ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പ്രത്യേക അതിഥികളാകും. വരുമാനത്തിലും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെയും ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും പരേഡിന് മാറ്റേക്കും. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികമാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രമേയം.
രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കേരളത്തിൽ നിന്ന് കണ്ണൂർ സ്വദേശിയും കളരി ഗുരുക്കളുമായ പത്മശ്രീ SRD പ്രസാദിനും എറണാകുളം മഞ്ഞുമ്മൽ സ്വദേശിയും യുവസംരംഭകനും വിദ്യാർത്ഥിയുമായ മാധവ് A. നായർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ തലസ്ഥാനം കനത്ത സുരക്ഷയിലാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. തിരുവനന്തപുരത്ത് രാവിലെ 9-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തും. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അത്വാലെ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കേരളത്തിലെത്തും. ഇന്ന് രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ 83 പങ്കാളി രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാരെയും ഹൈക്കമ്മീഷണർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വട്ടമേശ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. കേന്ദ്ര ഫിഷറീസ് ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് സമ്മേളനത്തിന് നേതൃത്വം നൽകും. ഉഭയകക്ഷി വ്യാപാരം, സമുദ്രോൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹനം, അന്താരാഷ്ട്ര വിപണി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും നിർമ്മിത ബുദ്ധിയുടെ പ്രചാരം വ്യാപിപ്പിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ AI പവർ പ്ലേ നോ റഫറീസ് വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകളുടെ അപര്യാപ്തതയാണ് നിർമ്മിത ബുദ്ധിയുടെ പിന്തുണ വർദ്ധിപ്പിക്കുന്നതിലെ ഏറ്റവും വലിയ തടസ്സമെന്നും ഈ വെല്ലുവിളി നേരിടുന്നതിന് ഇന്ത്യ സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് കഴിഞ്ഞു. കൽക്കരി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഈ സംരംഭത്തിന്റെ ഫലപ്രാപ്തി വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. ഊർജ്ജ ഉൽപാദനം, റെയിൽവേ തുടങ്ങിയ പ്രധാന മേഖലകളിലേക്ക് ആവശ്യമായ കൽക്കരി ലഭ്യത ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികൾ കൽക്കരി മന്ത്രാലയം നടപ്പിലാക്കുന്നുണ്ട്. നിലവിൽ പ്രഗതി സംരംഭത്തിന് കീഴിൽ 3 ലക്ഷം കോടിയിലധികം രൂപയുടെ 134 പദ്ധതികൾ അവലോകനം ചെയ്തിട്ടുണ്ട്. ഇതിൽ 122 എണ്ണം കൽക്കരി മേഖലയിലെ പദ്ധതികളാണ്. ഇവയിൽ 1,19,000 കോടിയിലധികം രൂപയുടെ 16 പ്രധാന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അവലോകനം ചെയ്തു. 5 പദ്ധതികൾ ഇതിനോടകം കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. പ്രഗതി അവലോകന യോഗങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 79ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അസമിൽ തുടക്കമാകും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 12 ടീമുകളിൽ 6 ടീമുകൾ വീതമുള്ള 2 ഗ്രൂപ്പുകളായാണ് തിരിച്ചിരിക്കുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനായി കേരള ഫുട്ബോൾ ടീം അസമിലെത്തി. നാളെ പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഫെബ്രുവരി 8-നാണ് ഫൈനൽ മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in അല്ലെങ്കിൽ prasarbharati.gov.in/pb vacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31-ആണ്. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നാളെ യാത്ര ആരംഭിക്കാനിരിക്കെ യാത്രക്കാരിൽ നിന്ന് മികച്ച പ്രതികരണം. കാമാഖ്യ ഹൌറ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്യപ്പെട്ടതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കാമാഖ്യയിൽ നിന്നും നാളെ മുതലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ യാത്ര ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച കേരളത്തിലെത്തും. സംസ്ഥാനത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വികസിത തിരുവനന്തപുരം ബ്ലൂ പ്രിന്റും അവതരിപ്പിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു. കരാറിൽ ഉടൻ ഒപ്പുവെച്ചേക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലൈൻ. ദേശീയപാതകളിലെ ടോൾ പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളുടെ ഭേദഗതി വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെയുടെ 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും.
ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പ് രീതികളെയും കുറിച്ചുള്ള ഇന്ത്യ ഇന്റർനാഷണൽ കോൺഫറൻസിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 79ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് അസമിൽ ആരംഭിക്കും. കേരളത്തിന്റെ ആദ്യ മത്സരം നാളെ പഞ്ചാബുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.